ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ മറ്റൊരു റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ എക്സ്പൾസ് BS6 എഡീഷനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ലുക്കിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും പക്ഷേ കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേയധികം നല്ല മാറ്റങ്ങൾ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മുമ്പത്തെ BS4 എഡീഷനേക്കാളും ഓടിച്ചപ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയത് ഈ വണ്ടി ഓടിച്ചപ്പോഴാണ്. ശരിക്കും നല്ല തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറയുകയാണെങ്കിൽ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. അതേ BS4 എഡീഷനിലുള്ള സെയിം ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇവിടെ നമുക്കൊരു DRL ഒന്നുണ്ട്. ഇവിടെ ചെറിയൊരു DRL കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതെനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നി. നല്ലൊരു DRL ഒതുങ്ങിയിരിക്കുന്ന, പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത എന്നൊരു ചെറിയൊരു DRL അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ കാര്യത്തിൽ വേറെ ഒരു ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അതേ ഹെഡ്ലൈറ്റ് തന്നെയാണ്, അതേ വെളിച്ചം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നത്. വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ ഇതിലോട്ട് നോക്കണമെങ്കിലും സസ്പെൻഷനിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും സസ്പെൻഷൻ്റെ ഇതിൽ വന്നിട്ടില്ല. അതിൻ്റെ സൈസിൽ കാര്യത്തിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഫ്രണ്ടിലത്തെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 276 mm ആണ്. അതിന് വേറെ ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് സിംഗിൾ ചാനൽ ABS തന്നെയാണ് വന്നത്. അവിടെയും നമുക്ക് ചേഞ്ചസ് കാര്യങ്ങളൊന്നും വന്നില്ല. ടയറിൻ്റെ കേസ് എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് ഡുവൽ പർപ്പസ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90/90/21 നമുക്ക് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വന്നത്. അവിടെയും വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. നമ്മുടെ എഞ്ചിൻ്റെ സൈഡിലാണ് ചേഞ്ചസ് വരുന്നത്. ഇവിടെ നമുക്ക് എക്സോസ്റ്റ് പൈപ്പിൻ്റെ പോണ വഴി മാറ്റിയിട്ടുണ്ട് അവർ. സാധാരണ എക്സോസ്റ്റ് പൈപ്പ് വരുന്നത് ഈ ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ ഓടിച്ചാൽ വരുന്നത്. ഇപ്പം നേരെ എക്സോസ്റ്റ് പൈപ്പ് ഈ അടിഭാഗത്തേക്ക് കൂടിയാണ് പോണത്. പിന്നെ BS6 ആയതുകൊണ്ട് തന്നെ BS6ൻ്റെ ക്യാറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണിത്. അത് അടി കൊടുക്കാണ്ട് ഒരു മോളി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസിന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ പ്ലേറ്റ്, ഇതിൻ്റെ എൻജിൻ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്ലേറ്റിനും വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇത് കയറിയിരിക്കുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കട്ടിങ്ങോടെ ആണ് നമുക്കിവിടെ വന്നേക്കണത്. ചെറിയൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. പിന്നെ പറയുകയാണെങ്കിൽ വന്നേക്കണ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്കിൻ്റെ റിസർവോയർ ഒന്നും കൂടി ഉള്ളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമ്മുടെ ഹോൺ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ഹോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമുക്കിവിടെ ഒരു കമ്പിയും കാര്യങ്ങളൊക്കെ കാണാം. അതും വന്നിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ടൈമിൽ വണ്ടി മറിച്ചിടുമ്പോൾ ഹോണിനൊന്നും പറ്റാണ്ടിരിക്കാനായിട്ട് ചെറിയൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കണ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലാണ്. മുമ്പ് നമുക്ക് ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എയർ കൂൾഡ് എഞ്ചിനായിരുന്നു. നമുക്കിപ്പോൾ ഓയിൽ കൂളർ എഞ്ചിനായിട്ടാണ് വന്നത്. ഓയിൽ കൂളർ കാര്യങ്ങളൊക്കെ ഇരിക്കണം. അതിനും ഇവിടെ ഒരു ഗാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കല്ലും ഇതൊന്നും അടിച്ചു കൊള്ളാണ്ടിരിക്കാനായിട്ട് ഗാർഡ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഹീറ്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഹീറോ നല്ല രീതിയിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ചേഞ്ച് തന്നെയാണ് നമ്മുടെ ഹീറോൻ്റെ ഭാഗത്ത് നിന്ന് വന്നേക്കണത്. ഓയിൽ കൂളർ ആകുമ്പോൾ തന്നെ വണ്ടിയുടെ പെർഫോമൻസിന്, വണ്ടിയുടെ ഹീറ്റ് പോകാനായിട്ട് നല്ല രീതിയിൽ തന്നെ സഹായിക്കുമെന്ന് അറിയാം. പിന്നെ വന്നേക്കണ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇതിൻ്റെ ഫ്യൂവലിങ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി എനിക്ക് സ്മൂത്ത് ആയ പോലെയാണ് തോന്നുന്നത്. BS4 കമ്പയർ ചെയ്യുമ്പോൾ വണ്ടി ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട്. നല്ല റിഫൈൻഡ് ആയ പോലെ തോന്നുന്നുണ്ട്. മുമ്പ് റിഫൈൻമെൻറ്റ് കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ എഞ്ചിൻ സ്മൂത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. ഫ്യൂവലിങ് മാറിയതുകൊണ്ടും ECUവിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് വന്നേക്കണ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വെയിറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 154 കിലോഗ്രാം ഇപ്പം മാറി 157 കിലോഗ്രാമായി നമുക്ക് വണ്ടിയുടെ വെയിറ്റ്. അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് ഇത്തിരി കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ വന്നേക്കണ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് എൻജിനിൽ പവറിന് ചെറിയ രീതിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 0.6 പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ BS4 എഡീഷനെ കമ്പയർ ചെയ്യുമ്പോൾ. അത് വലിയൊരു ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഓടിക്കുമ്പോൾ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും തോന്നിയില്ല എനിക്ക്. അവർ ചെറിയൊരു പോയിന്റ് കണക്കിലാണ് നമുക്ക് പവർ ഒന്ന് കുറഞ്ഞേക്കണം. അതുകൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പവർ കാര്യങ്ങളൊന്നും കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ബാക്ക് സൈഡിലോട്ട് നോക്കണമെങ്കിൽ നമുക്ക് ബാക്കിലും പെറ്റൽ ഡിസ്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. പക്ഷേ നമുക്കിവിടെ ABS ഇല്ല. നമുക്കിപ്പോഴും സിംഗിൾ ചാനൽ ആണ് വന്നത്. പക്ഷേ ഇതിൽ ABSൻ്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്. ഇതിന് വന്നേക്കണ ഒരു പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABS ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോഴും വന്നിട്ടില്ല. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചൊരു കാര്യമാണ് ABS ഓഫ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ഈ വണ്ടിയിൽ ABS ഓഫ് ചെയ്യാൻ പറ്റില്ല. ബാക്കിൽ നമുക്ക് ABS ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ചെയ്യേണ്ട ടൈമിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലത്തെ നമ്മൾ ഫ്യൂസ് ഒരു മാറ്റേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഫ്രണ്ടിലത്തെ ABS ഓഫ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 220 mm ആണ് നമുക്ക് ബാക്ക് സൈഡിലെ ഡിസ്കിൻ്റെ സൈസ് വന്നത്. അതൊന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. ഒന്നും കൂടി സൈസ് കൂട്ടാമായിരുന്നു എന്ന് എനിക്കൊരു ചെറിയൊരു സജഷൻ ഉണ്ട്. കാരണം ഇപ്പോഴും നല്ലൊരു ബ്രേക്ക് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി കൂട്ടിയിരുന്നെങ്കിൽ ഒന്നും കൂടി ഒരു പെർഫോമൻസ് കൂടിയാനേന്ന് എനിക്കൊരു ചെറിയ തോന്നലുണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ.
ബാക്കിലത്തെ ടയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120/60/16 നമുക്ക് ബാക്കിലത്തെ ടയർ വന്നത്. അതും ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഇവിടെ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല. അതേ ടെയിൽ ലാമ്പ്, അതേ ഇൻഡിക്കേറ്റേഴ്സ്, ഹലോജൻ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ്. ടെയിൽ ലാമ്പ് LED ആണ്. വേറെ ചേഞ്ചസ് കാര്യങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ല. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കണമെങ്കിൽ സെയിം സാരി ഗാർഡ്. പിന്നെ നമുക്ക് ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഫുഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതിനും യാതൊരു ചേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഈ റബ്ബർ എടുത്ത് കളയാൻ പറ്റും. നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ ടൈമിൽ റബ്ബർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് റെസ്റ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചവിട്ടി എണീറ്റ് നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുമേലുള്ള കോൺഫിഡൻസ് കൂടും, ഗ്രിപ്പ് കൂടും, സ്റ്റെബിലിറ്റി കൂടും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വണ്ടിയുടെ സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡായിട്ടുള്ള സീറ്റ് തന്നെയാണ് വന്നേക്കണത്. ഇപ്പോഴും ചെറിയ രീതിയിലൊരു സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. BS4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നണം എനിക്ക്. ബാക്കിൽ അതേപോലെ തന്നെയാണ്, വേറെ ചേഞ്ച് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അതേ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് തന്നെയാണ്. അതും വേറെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിയിൽ നമുക്ക് റാലി കിറ്റ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. കൂടുതൽ ഓഫ് റോഡ് ചെയ്യാനാണ് ആഗ്രഹിക്കണത്, നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് പോരാ, ഒന്നും കൂടി കൂട്ടണം. ടയർ ഒന്ന് മാറ്റി ഇത്തിരി കൂടി ഗ്രിപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്യാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ നമുക്ക് ഹീറോൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ റാലി കിറ്റ് എന്ന് പറഞ്ഞ സംഭവം അവൈലബിൾ ആണ്. അതിട്ട് കഴിഞ്ഞാൽ നമുക്ക് വന്ന ചേഞ്ചസ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ മാറും. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും സസ്പെൻഷൻ മാറും. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. പിന്നെ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയർ നമുക്ക് മാറി മാച്ചസിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഫ്രണ്ടിലും ബാക്കിലും. അപ്പോൾ അതൊന്നും കൂടി ഓഫ് റോഡിങ്ങിന് കാര്യങ്ങളൊക്കെ പറ്റിയൊരു ടയറാണ്. ഇതെന്ന് പറഞ്ഞാൽ C8ൻ്റെ ടയറാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. ഡ്യുവൽ പർപ്പസ് ടയറാണ്. മറ്റേതിൽ കുറച്ചും കൂടി ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും നിങ്ങൾ ഓഫ് റോഡ് പോകുന്ന ടൈമിൽ. പിന്നെ വന്ന പ്രധാന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കൂടുന്നതാണ്. നമുക്കിപ്പോൾ ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് അവൈലബിൾ എന്ന് പറഞ്ഞാൽ 220 mm ആണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. പക്ഷേ റാലി കിറ്റ് ഇടുമ്പോൾ നമുക്ക് 275 mm ആവും ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഏകദേശം ഒരു 55 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടും ആ ടൈമിൽ. പിന്നെ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറും. ഗിയർ ലിവർ ഒന്നും കൂടി നീട്ടം കൂടും. അടുത്തൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് മാറും. സീറ്റ് ഒന്നും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് വേറൊരു ചേഞ്ചാണ്. അപ്പോൾ ഏകദേശം ഒരു 5ഓളം കാര്യങ്ങൾ നമ്മൾ റാലി കിറ്റ് ഇടുമ്പോൾ നമുക്ക് മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൂടുതൽ ഈ വണ്ടിയും വെച്ച് ഓഫ് റോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം ആ റാലി കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് അല്ലാണ്ടും കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് ചെയ്യാം. അതിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ മാറ്റം വരുമെന്നാണ് ഞാൻ പറയണത്. അതിന് ഏകദേശം 38,000 രൂപ നമുക്ക് വരും ഈ റാലി കിറ്റ് കാര്യങ്ങളൊക്കെ ഇടണേന്. അത് നമുക്ക് ഹീറോൻ്റെ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് റാലി കിറ്റ് ഇടുമ്പോഴുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സൗണ്ട് കാര്യങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം വണ്ടിയുടെ. മുമ്പത്തെ BS4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ ശബ്ദം കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്നും സ്മൂത്തായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം മുമ്പത്തെ എഡീഷനിനേക്കാളും സൗണ്ട് ഒന്നും കൂടി സ്മൂത്തായ പോലെ, ഇത്തിരി ഒന്ന് പൊടിക്ക സൗണ്ട് കുറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഇതിൽ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 823 mm ആണ് ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വന്നത്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.6 ആണ്. എനിക്ക് ഫുൾ പ്ലാന്റഡ് ഫുട്ട് കിട്ടണില്ല, എനിക്ക് ഹാഫ് ഫുട്ടാണ് കിട്ടുന്നത്. രണ്ട് സൈഡിലും ഹാഫ് ഫുട്ട് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്നെക്കാളും ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വണ്ടി എടുക്കുക. കാരണം ഈ വണ്ടിയുടെ ഹൈറ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പക്ഷേ എന്നെക്കാളും ഹൈറ്റ് കൂടിയ ഒരാളാണെങ്കിൽ, നല്ല ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് റോഡ് എടുത്ത് നോക്കാം. നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എണീറ്റ് നിന്ന് ഓടിക്കണമല്ലോ, എണീറ്റ് നിന്ന് ഓടിക്കാം. അതിനൊന്നും യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാം കേട്ടോ. ഒരു പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓടിക്കാം. സസ്പെൻഷൻ നല്ല കിഡുമായിട്ടാണ് വർക്ക് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഈ കുടുക്കങ്ങൾ കാര്യങ്ങളൊന്നും അറിയണില്ല. നിങ്ങൾ കണ്ടല്ലോ സസ്പെൻഷൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ.
നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ റോഡിൽ കൂടെ ഓഫ് റോഡിൽ കൂടെ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാം. അത്രയ്ക്ക് നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നേക്കണം. എണീറ്റ് നിന്ന് ഓടിക്കുന്നതിന് യാതൊരുവിധ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സാധാരണ ഒരു ഓഫ് റോഡ് വണ്ടിയിൽ വന്ന ലോ എൻഡ് ടോർക്ക് കാര്യങ്ങളൊന്നും ഈ വണ്ടിയിൽ അത്രയ്ക്കില്ല എന്ന് വേണം പറയാൻ. മീറ്ററൊക്കെ പഴയ മീറ്റർ തന്നെയാണ്, നല്ല വിസിബിലിറ്റി ഉണ്ട്. അതിന് യാതൊരുവിധ ചേഞ്ചസ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് മീറ്ററിൻ്റെ ഭാഗത്ത്. പക്ഷേ എനിക്ക് തോന്നിയ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കുന്നതിൽ അല്പം സ്ലോ ആണ്. ഒന്ന് സ്ലോ സ്പീഡിൽ പോണ ടൈമിലൊന്നും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല. അവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കൽ മാത്രമേ ഉള്ളൂ. ഒരു സ്പീഡിലോട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് കാണിക്കണുള്ളൂ. ചില നേരത്ത് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചില നേരത്ത് ഇപ്പോൾ 50 ആക്കി കഴിഞ്ഞാൽ നമുക്ക് 4-5 നടക്കുമെന്ന് കാണിക്കണ പോലെയൊക്കെ തോന്നി. ആ ഒരു ചെറിയ കാര്യം മാത്രമാണ് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്. പഴയ പ്രശ്നം തന്നെയാണ് ഇത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ മിക്കപ്പോഴും സ്ലോവിൽ പോകുന്ന ടൈമിൽ കാണിക്കാറില്ല. ഞാൻ ഇത് കണ്ടോ ഇപ്പം ഞാൻ 4th ഇട്ട് ഈ ടൈമിൽ നമുക്കിവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കാനുള്ള ആ ഒരു ചെറിയൊരു പ്രശ്നം തന്നെ. കൈ കൊടുത്ത് കഴിയുമ്പോൾ എന്താ 5th കാണിച്ച് വന്നിട്ടാണ് 4th കാണിച്ചത്. ഇപ്പോൾ 4th ഓടിക്കൊണ്ടിരിക്കണത്. ഇപ്പോഴാണ് 5th ആയത്. കണ്ടോ ആ ഒരു ചെറിയ പ്രശ്നം മാത്രമേ നമുക്ക് ഈ മീറ്ററിൻ്റെ കാര്യത്തുള്ളൂ. പിന്നെ പഴയ പോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലുണ്ട്. പിന്നെ ട്രിപ്പിൻ്റെ ആവറേജ് സ്പീഡ്, ടൈം, എത്ര കിലോമീറ്റർ ഓടി, ഡേറ്റ്, ടൈം, RPM മീറ്റർ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലുള്ളതാണ്. ടാക്കോമീറ്റർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് വേറെ ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഈ വൈസർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ BS6 നിന്ന് BS4 ആയി കഴിഞ്ഞപ്പോൾ വൈബ്രേഷൻ എന്തെങ്കിലും വ്യത്യാസം വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷന് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നിന്ന് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഹാൻഡിൽ ബാറുമ്പോൾ വൈബ്രേഷൻ ഇല്ലയെന്ന് തന്നെ പറയാം. ആകെ എനിക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റുമ്പോൾ പൊടിക്കിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത്. പിന്നെ ഒന്ന് ഹയർ സ്പീഡിലോട്ട് എടുക്കുന്ന ടൈമിൽ ടാങ്കിൻ്റെ ഭാഗത്തും ചെറുതായിട്ടൊരു വൈബ്രേഷൻ എനിക്ക് തോന്നി. ടാങ്കിൻ്റെ ഭാഗത്തും അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ ടാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യണുള്ളൂ. അല്ലാത്തപ്പോൾ നമുക്ക് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫുഡ് റെസ്റ്റിൻ്റെ ഭാഗത്താണ്. അതൊരു 5K RPM മുകളിലോട്ട് കയറുമ്പോഴാണ് ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണത്. പിന്നെ ഇത് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു 70-80 ആണെങ്കിൽ നമുക്ക് ഒരു ഹൈവേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓടിക്കാം. 80 above കയറുമ്പോൾ വണ്ടി നല്ല രീതിയിൽ തന്നെ വണ്ടി സ്ട്രെസ് എടുക്കുന്നുണ്ട് 80 above പോകുന്ന ടൈമിൽ. അപ്പോൾ ഒരു 70-80 ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഓൾ ടെറൈൻ വണ്ടി എന്ന് പറയാം. നമുക്ക് എവിടെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാവും. ഓഫ് റോഡിങ്ങിനും ഉണ്ടാവാം, ഹൈവേ ഉണ്ടാവും. ഒരു സിറ്റി യൂസ് ആണെങ്കിൽ അതിനും ഉണ്ടാവും. കാരണം ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഈ വണ്ടിക്ക്. മുമ്പത്തെ എഡീഷനിൽ എയർ കൂൾഡ് ആണെങ്കിലും ഇപ്പോഴത്തെ എഡീഷനിൽ നമുക്ക് ഓയിൽ കൂളർ കാര്യങ്ങളൊക്കെ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റിൻ്റെ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. മൈലേജ് അറൗണ്ട് നമുക്കിപ്പോൾ ഒരു 45-50 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. BS6 ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വണ്ടികളും ഫ്യൂവൽ ഇഞ്ചക്ഷനോടെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. പിന്നെ തോന്നിയൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സീറ്റിൻ്റെ കാര്യത്തിലുള്ള പോരായ്മയാണ് എനിക്ക് തോന്നിയത്. സീറ്റ് കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിളായിട്ട് ഇപ്പോൾ ഓഫ് റോഡ് ചെയ്യണവരാണെങ്കിലും ആരാണെങ്കിൽ സീറ്റൊക്കെ ഒരു സീറ്റ് കവറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം കംഫോർട്ട് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് കൂടും. ഞാൻ ഹീറോൻ്റെ ഷോറൂമിൽ ചോദിച്ച് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്ന്. ഇതുവരെ അവർക്ക് ഹീറോൻ്റെ ഭാഗത്തുനിന്ന് സീറ്റ് കവർ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഒരു സീറ്റ് കവർ മേടിച്ചിരുന്നായിരിക്കും നല്ലത്. പിന്നെ വന്നേക്കണ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹീറോയിൽ ഇപ്പം പ്രൈസിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. BS6 ആയി കഴിഞ്ഞാൽ പ്രൈസ് ഒന്നും കൂടി കൂടിയിട്ടുണ്ട് വണ്ടിയുടെ. ഏകദേശം 9000 രൂപയോളം നമുക്ക് വണ്ടിക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചും കൂടി നമുക്ക് വണ്ടിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. വണ്ടി ശരിക്കും നല്ല കംഫോർട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർ. എനിക്ക് മുമ്പത്തെ BS4 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഒന്നും കൂടി പൊടിക്കുന്ന റേസ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, വൈഡ് ആയ പോലെ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വൈഡ് ഹാൻഡിൽ ബാറാണ്. എന്നാലും നല്ല രീതിയിലുള്ള കംഫോർട്ട് ഇപ്പോൾ നമ്മുടെ BS6 എഡീഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ആരൊക്കെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗിനർ ഓഫ് റോഡറാണ്, നിങ്ങൾക്ക് ടൂർ ചെയ്യണം, ഹിമാലയം പോലത്തെ വണ്ടികളുടെ വെയിറ്റ് ഒന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്, ഒരു ലൈറ്റ് വെയിറ്റ്, അതിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടി വേണം, ഒരു പക്കാ ഡേർട്ട് ബൈക്കാണ് നിങ്ങൾ നോക്കണത്, അങ്ങനെ ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഇതാണ് നിങ്ങളുടെ വണ്ടി. നിങ്ങൾക്ക് നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ടൂർ ചെയ്യാം. കണ്ടില്ലേ, ഈ ഹമ്പൊക്കെ വെറുതെ നിസ്സാരമായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവാം, ഒരു കുഴപ്പമില്ല. ഹമ്പ് കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട. റോട്ടിലുള്ള ഹമ്പ്, കുഴി, കട്ടറൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം വണ്ടി പോയിക്കോളും, നമ്മൾ സുഖമായിട്ട് ഓടിച്ചു കൊടുക്കുക. അത്ര അത്യാവശ്യം വലിയ കുഴികളാണ്, നിങ്ങൾ ഇത്തിരി സ്പീഡിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റിക്കുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോവാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ച് പ്രൈസ് സംബന്ധമായിട്ടോ EMI സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂമിൻ്റെ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വിളിച്ച് സംശയവും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ BS6 Xpulse 200ൻ്റെ റിവ്യൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ഒരു ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.